നമസ്കാരം. ക്രിസ്ത്യാനോ റൊണാൾഡോ എത്തി, എംബപ്പെ എത്തി, ഇനി ലയണൽ മെസ്സിയുടെ ഊഴമാണ്. മെസ്സി ഇന്ന് റൗണ്ട് ഓഫ് 32-ൽ കേപ്പ് വെർഡയെ നേരിടാൻ തയ്യാറെടുക്കുന്നു അർജന്റീന ടീം. കേപ്പ് വെർഡെ വിസ്മയകരമായിട്ടുള്ള കുതിപ്പാണ് ആദ്യ മത്സരങ്ങളിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ നടത്തിയത്. ആ മികവ് അർജന്റീനയ്ക്കെതിരെ അവർക്ക് തുടരാൻ കഴിയുമോ? നമുക്ക് നോക്കാം വിശദമായി. സ്വാഗതം ഫുട്ബോളത്തിലേക്ക്. ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാർക്ക് ഇന്ന് നോക്കൌട്ട് പരീക്ഷയാണ്. ആദ്യ ലോകകപ്പിൽ തന്നെ അവിസ്മരണീയ കുതിപ്പ് നടത്തുന്ന കേപ്പ് വെർഡെയാണ് അർജന്റീനയുടെ എതിരാളി. ഇന്ത്യൻ സമയം രാവിലെ 3:30 മിയാമിയിലാണ് മത്സരം. മെസ്സിപ്പട എന്നാൽ അക്ഷരാർത്ഥത്തിൽ മെസ്സിപ്പട. മെസ്സിക്ക് വേണ്ടി ഗോൾ ഒരുക്കാൻ പായുന്ന സംഘം. സ്കലോണിയുടെ തന്ത്രങ്ങൾ തുടങ്ങുന്നത് തന്നെ മെസ്സിയിലാണ്. അർജന്റീനയുടെ വിജയവും അതാണ്. പക്ഷേ മെസ്സിക്ക് ഒരു പൂട്ടിട്ടാൽ എന്താകും എന്ന ചോദ്യത്തിന് അവസാന ഗ്രൂപ്പ് മത്സരത്തിലെ ആദ്യ 60 മിനിറ്റ് എന്നാകും അർജന്റീന ആരാധകരുടെ മറുപടി. നോക്കൌട്ടിൽ കേപ്പ് വെർഡെ എന്ന ദുർബലരെ കിട്ടിയ അർജന്റീന ഭാഗ്യവാന്മാരെന്ന് വിലപിക്കുന്നവർ സത്യം മറച്ചുവെച്ചാണ് വാദിക്കുന്നത്. കേപ്പ് വെർഡെ ഒരു ചെറിയ സംഘമല്ല. സ്പെയിൻ, യുറഗ്വേ, സൗദി ടീമുകളെ പിടിച്ചുകെട്ടിയാണ് വരവ്. ബഹുമാനത്തോടെ മാത്രമേ കേപ്പ് വെർഡെ കാണുകയെന്ന് കോച്ച് ലയണൽ സ്കലോണി തന്നെ പറയുന്നു. Y bueno, el margen ahora se achica, es un encuentro de que el que pierde se vuelve y bueno, lo tenemos en cuenta, pero nos agarra en un buen momento y esto es fútbol, ya sabemos que se están viendo partidos muy parejos, sacando algunos, Francia o... 7 വർഷമായി അർജന്റീന ഒരു നോക്കൌട്ട് മത്സരത്തിൽ തോൽവി നേരിട്ടിട്ട്. 2019 കോപ്പ അമേരിക്ക സെമിയിൽ ബ്രസീലിനോടായിരുന്നു അവസാന നോക്കൌട്ട് തോൽവി. പിന്നീട് 2 കോപ്പ അമേരിക്കയ്ക്കൊപ്പം ലോകകപ്പും ജയിച്ചു. അർജന്റീനയെ ഗോൾ അടിപ്പിക്കാതെ നോക്കാനുള്ള പരിശ്രമമാകും കേപ്പ് വെർഡെ നടത്തുന്നത്. ഗോൾ കീപ്പർ വൊസീഞ്ഞയും ഡിഫൻഡർമാരും 18 അടവും പയറ്റും. എന്നാൽ ഏത് പൂട്ടും പൊളിക്കുന്ന ഇന്ദ്രജാലക്കാരനാണ് അർജന്റീനയുടെ അമരത്ത്. അതെ, മെസ്സിയെയും മെസ്സിക്കായി അടരാടുന്ന 10 പേരെയുമാണ് കേപ്പ് വെർഡെയ്ക്ക് മറികടക്കേണ്ടത്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. നമ്മോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്, ഫുട്ബോൾ കമന്റേറ്റർ ജോസഫ് ജോർജ്. ഫുട്ബോൾ കമന്റേറ്റർ എന്നതിനൊപ്പം തന്നെ ലോകകപ്പ് ഉൾപ്പെടെയുള്ള തത്സമയ പരിപാടികൾ നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്ന, കഴിഞ്ഞ തവണ ഖത്തറിലാണെങ്കിൽ പോലും ജിയോ സിനിമയുടെ പ്രധാനപ്പെട്ട കോണ്ടന്റ് പ്രൊഡ്യൂസറായിരുന്നു ജോസഫ്. സ്വാഗതം, താങ്ക് യു ഫോർ ജോയിനിങ്. നമ്മൾ അർജന്റീനയുടെ മത്സരത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് എത്രമാത്രം ആവേശകരമാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ ജോസഫ് നേരിട്ട് അനുഭവിക്കുന്നുമുണ്ട് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ ഒരു ആവേശം കാണുമ്പോൾ. കേപ്പ് വെർഡെ, എല്ലാവരും പറയുന്നുണ്ട് കേപ്പ് വെർഡെ വളരെ സിമ്പിളാണ് അർജന്റീനയ്ക്കൊക്കെ. പക്ഷെ അത്ര സിമ്പിൾ ആണോ കേപ്പ് വെർഡെ? അവരൊരിക്കലും സിമ്പിൾ ആക്കില്ല. കാബോ വെർഡെ എന്ന രാജ്യം കുഞ്ഞൻ രാജ്യമാണെങ്കിലും അവരുടെ പോരാട്ട വീര്യം എടുത്തു പറയേണ്ടതാണ്. ഇതുവരെ തോറ്റിട്ടില്ല. അപ്പോൾ തോൽക്കാതിരിക്കാനാവും അവരുടെ ശ്രമം. 3 മത്സരത്തിൽ 3 സമനിലയുമായി അവർ നോക്കൌട്ട് ഘട്ടത്തിൽ എത്തിയെങ്കിൽ ഈ മത്സരത്തിലും തോൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലെ പ്രധാന ലക്ഷ്യം. അതിന് വൊസീഞ്ഞയെ പോലെ നല്ല പരിചയ സമ്പത്തുള്ള 40 വയസ്സിന് മുകളിലുള്ള ഒരു ഗോൾ കീപ്പറാണ്. 2 ക്ലീൻ ഷീറ്റ് ഓൾറെഡി ആയി കഴിഞ്ഞു. അപ്പോൾ അവരുടെ മുമ്പിലെ ചലഞ്ച് എങ്ങനെ മെസ്സിക്ക് പന്ത് കൊടുക്കാതിരിക്കാം, എങ്ങനെ അർജന്റീനയെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതിരിക്കാം എന്നുള്ളതാവും. അതുകൊണ്ട് ഒട്ടും എളുപ്പമാവില്ല കാര്യങ്ങൾ അർജന്റീനയ്ക്ക്. പക്ഷേ അർജന്റീനയാണ്, മെസ്സിയാണ്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാ കേരളത്തിലെ ആവേശം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനേക്കാൾ നല്ലൊരു പ്രകടനം പുറത്തെടുക്കാനാവും അർജന്റീന ഇത്തവണ ശ്രമിക്കുക. കുറച്ചുകൂടെ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ല ടീമാണ് അർജന്റീന. എല്ലാ മത്സരവും ജയിച്ചിട്ടാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മൊമെന്റം അർജന്റീനയുടെ ഭാഗത്താണ്. പക്ഷേ കാബോ വെർഡെ വിട്ടുകൊടുക്കില്ല. ഉറപ്പായിട്ട് കാബോ വെർഡെ വിട്ടുകൊടുക്കില്ല. പക്ഷേ ഈ ലയണൽ മെസ്സിയെ പൂട്ടുക എന്നുള്ള അവരുടെ ആദ്യ ശ്രമം, അതിനെന്തായിരിക്കും ലയണൽ സ്കലോണി കണ്ടുവച്ചിരിക്കുന്ന ഒരു മറുമരുന്ന്? എന്തായിരിക്കും ഒരു പ്ലാൻ ബി സ്കലോണിയുടെ? അങ്ങനെ നോക്കുകയാണെങ്കിൽ പൊതുവെ ടീമുകൾ ലിയോണൽ മെസ്സിക്ക് പന്ത് കിട്ടാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ മായാജാലം നമുക്കറിയാം. ബാക്കിയുള്ള കളിക്കാരെ പോലെയല്ല, നിമിഷ നേരം കൊണ്ട് അവസരങ്ങൾ സൃഷ്ടിക്കാം. കാബോ വെർഡെയുടെ ലോ ബ്ലോക്ക് അല്ലെങ്കിൽ ഡീപ് ഡിഫൻസിനെ മറികടക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ലിയോണൽ മെസ്സിക്ക് പന്ത് എത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ ലിയോണൽ മെസ്സി മാത്രമല്ലല്ലോ, അർജന്റീനയുടെ പ്രതിഭാധനരായ ഒരു പറ്റം കളിക്കാരുണ്ട്. റോഡ്രിഗോ ഡി പോൾ ഒക്കെ നന്നായി കളിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു, കഴിഞ്ഞ മത്സരത്തിൽ അവസരം കിട്ടിയപ്പോൾ ജിയോവാനി ലോ ചെൽസോയും ഒരു ഫ്രീ കിക്കിലൂടെ ഗോളൊക്കെ അടിച്ചു. അപ്പം അങ്ങനെയുള്ള താരങ്ങൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായി കൂടുതൽ ഫ്ലാങ്കുകളൊക്കെ ഉപയോഗിച്ച് ലൗട്ടാരോ മാർട്ടിനസ് ഗോൾ അടിച്ചതിന്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ മെസ്സി മാത്രമല്ല അർജന്റീന എന്നും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മെസ്സിയെ കൂട്ടാൻ ശ്രമിച്ചാൽ, മെസ്സിക്ക് പന്ത് എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ ബാക്കിയുള്ള ഓപ്ഷൻസ്, പ്രത്യേകിച്ചും ഫ്ലാങ്കുകളിലൂടെ മുന്നേറാനൊന്ന് ശ്രമിക്കാം, പെട്ടെന്ന് തന്നെ ലൗട്ടാരയോ അല്ലെങ്കിൽ സ്ട്രൈക്കേഴ്സിനെ പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമം നടത്താം. അങ്ങനെയൊക്കെ ആവാം ഈ മത്സരം ഒരുപക്ഷെ ലയണൽ സ്കാലോണി കേബോ വെർദയുടെ ഡിഫൻസിനെ എന്ന് പറഞ്ഞാൽ അമിത പ്രതിരോധത്തെ, ബെസ്റ്റ് പാർക്കിങ്ങിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ വന്നത്. അതായത് ജോസഫ് പറയുന്നത് കാബോ വെർദെ അല്ലെങ്കിൽ കേപ്പ് വെർദെ ഒരു ബസ് പാർക്കിംഗ് ഒരു ടാക്ടിക്സ് തന്നെ കൊണ്ടുവരുമെന്നല്ലേ സ്വാഭാവികമായി എക്സ്പെക്ട് ചെയ്യണ്ടേ? അതാണ് നമ്മൾ പൊതുവെ ഇങ്ങനെയുള്ള മത്സരങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കൌട്ട് ആണ്, പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശം. അത് മാത്രമല്ല, കൗണ്ടർ അറ്റാക്കിൽ ഇവർക്ക് ഗോൾ അടിക്കാനും കഴിയും. അത് ഉറുഗ്വേക്കെതിരെ 2 ഗോൾ അടിച്ച് തെളിയിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ബ്ലോക്ക് തീർച്ചയായും പാർക്ക് ദ ബസ് തന്നെയാവും. നമ്മൾ ഹോസെ മൊറീഞ്ഞോയുടെ പാർക്ക് ദ ബസ് കണ്ടതുപോലെ ഈ വേൾഡ് കപ്പിൽ ഓൾറെഡി കാബോ വെർദെ 2 ക്ലീൻ ഷീറ്റുകൾ നേടിയത് ഭംഗിയായി പ്രതിരോധിച്ചുകൊണ്ടാണ്. അതിനിടയിൽ അവർ പ്രത്യാക്രമണത്തിന് മുതിരും. അപ്പൊ അർജന്റീനയുടെ ഡിഫൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ അഗ്രസീവ് ആയിട്ടുള്ള ഡിഫൻഡർമാരാണ്. ക്രിസ്ത്യൻ റൊമേറോയെ പേരെടുത്ത് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ടാക്കിളുകൾക്കൊന്നും ഒരു മയവും ഇല്ല. അപ്പോൾ ഇനി ഒരു മാൻ അഡ്വാൻറ്റേജ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് പോലും അവർ നോക്കും. അപ്പൊ അതിന് ഏറ്റവും നല്ലത് ലോ ബ്ലോക്കിൽ നിൽക്കുക, കൗണ്ടർ അറ്റാക്കിന് മുതിരുക. അപ്പോൾ ആ ഒരു ഉദ്ദേശം ആവും ഇന്ന് കാബോ വെർദെ ഇറങ്ങുന്നത്. ഇനി നോക്കൌട്ട് മത്സരമാണ്. ഈ നോക്കൌട്ടിൽ അർജന്റീനയുടെ ഈ സമീപകാല പ്രകടനം അത് ഗംഭീരമാണെന്ന് പറയേണ്ട സാഹചര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതില്ല. കാരണം നമുക്കറിയാം 7 വർഷം മുമ്പ് അന്ന് ബ്രസീലിനോട് കോപ്പ അമേരിക്കയിൽ തോറ്റു, അതിനുശേഷം നോക്കൌട്ടിൽ തോറ്റിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ലോകകപ്പിന്റെ ഒരു എന്താ പറയാ, ഇപ്പോൾ എമി മാർട്ടിനസ് അദ്ദേഹമൊക്കെ ആ ഒരു നോക്കൌട്ടിന് ഫുള്ളി പ്രിപ്പയർഡ് ആണോ എന്താണ് ജോസഫ് കരുതുന്നത്? എമി മാർട്ടിനസ് കഴിഞ്ഞ വേൾഡ് കപ്പിലാണെങ്കിൽ ഭയങ്കര ഫോമിലായിരുന്നു. ഇത്തവണയും ഓക്കെ ആണ്, പക്ഷെ കുറച്ച് പിഴവുകളൊക്കെ വരുന്നുണ്ട്. അത്ര മികച്ച ഫോമിലാണോ എന്ന് സംശയമുണ്ട്. ചെറിയൊരു സംശയമാണ്, അദ്ദേഹത്തെ അത്ര നന്നായിട്ട് പരീക്ഷിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം. ഈ മത്സരത്തിലും വലിയ പരീക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെയാണ് കോൺസെൻട്രേഷൻ പ്രധാനമാവുന്നത്. 90 മിനിറ്റോ അല്ലെങ്കിൽ 120 മിനിറ്റും കോൺസെൻട്രേറ്റ് ചെയ്യണം. പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റോൾ നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാണ്. അതുപോലെ ഞങ്ങൾ പറഞ്ഞ പോലെ കോപ്പ അമേരിക്കയിലും ഒക്കെ. അപ്പോൾ അൺബീറ്റൺ ആയിട്ട് നോക്കൌട്ടിൽ കളിക്കാനുള്ള പ്രധാന കാരണം ലിയോണൽ മെസ്സിയെ പോലെ ഗോൾ കീപ്പർ എമി മാർട്ടിനസും ഉണ്ട്. എമി മാർട്ടിനസിന് എന്തുമാത്രം ആ പഴയകാല പ്രതാപം പുറത്തെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. പഴയകാലം എന്ന് പറയാൻ കാരണം ഗോൾ കീപ്പർക്ക് പൊതുവെ പ്രായം കൂടുന്തോറും വീര്യം കൂടും. പക്ഷേ എമി മാർട്ടിനസിൽ ചെറിയ പാളിച്ചകൾ ഈ കഴിഞ്ഞ സീസണുകളിൽ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഒരു ചെറിയ സംശയമുള്ളത്. റൈറ്റ്. ഞാൻ ജോസഫ്, ഇനി എനിക്കറിയേണ്ടത് കാബോ വെർദയെ പറ്റിയാണ്. കേപ്പ് വെർദെ ആ ടീമിന്റെ കുതിപ്പ് അത് രസകരമായിരുന്നു. ഒരു ചെറിയ ദ്വീപ് രാഷ്ട്രം, ആ ദ്വീപ് സമൂഹത്തിൽ നിന്നും വരുന്ന ഏതാനും ലക്ഷങ്ങൾ മാത്രം ആളുകളുള്ള, അവിടെ നിന്നും പലയിടങ്ങളിൽ പ്രവാസ ജീവിതം നടത്തുന്ന താരങ്ങളെ വിളിച്ചു വരുത്തി തട്ടിക്കുട്ടി ഒരു ടീം ഉണ്ടാക്കുന്നു, ലിങ്ക്ഡിൻ വഴിയും സോഷ്യൽ മീഡിയ വഴിയും. അപ്പോൾ ആ ഒരു സംഘമാണ് ഇപ്പോൾ ലോകകപ്പിന്റെ നോക്കൌട്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. എത്രമാത്രം അത് നൽകുന്നൊരു ഫീൽ. അത് ഇപ്പോൾ അർജന്റീന ആരാധകർക്ക് പോലും കാബോ വെർദെ വരരുത് അല്ലെങ്കിൽ കാബോ വെർദെ മുന്നേറണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവരുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ എന്താണ് കാബോ വെർദെ ദൗർഭാഗ്യവശാൽ നമുക്ക് എതിരാളികളെ വന്നും പോയി. എന്താണല്ലോ ഈ ടീമിന്റെ ഒരു പ്രയാണം, അത് വളരെ യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് പറഞ്ഞൊഴിയാൻ കഴിയും? ഒരിക്കലുമില്ല. അവര് അതിനുള്ള കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അവര് ക്വാളിഫിക്കേഷൻ നേടിയെടുത്തു. അത് നന്നായിട്ട് ബുദ്ധിമുട്ടി തന്നെയാണ് നേടിയെടുത്തത്. അതിനുശേഷം ഗ്രൂപ്പ് സ്റ്റേജിലും അവരുടെ തന്ത്രങ്ങൾ വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞതുപോലെ 1.5 ലക്ഷം മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യം ലോകകപ്പിൽ കളിക്കുന്നു. അപ്പോൾ ഇന്ത്യക്കാർക്കൊക്കെ, ഇന്ത്യൻ ഫുട്ബോൾ അഡ്മിനിസ്ട്രേറ്റേഴ്സിനൊക്കെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് എന്താണ് നമുക്ക് പറ്റുന്ന പാളിച്ചകൾ എന്ന്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷെ കാബോ വെർദയുടെ കാര്യം നോക്കുവാണെങ്കിൽ അവർ ലിങ്ക്ഡിനിലൂടെ ആവാം, സോഷ്യൽ മീഡിയയിലൂടെ ആവാം പല കളിക്കാരെ റീച്ച് ഔട്ട് ചെയ്യുന്നു. ഗോൾ കീപ്പറുടെ പ്രായം നമ്മൾ പലപ്പോഴും പറഞ്ഞു 40 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പല സ്ഥലത്തു നിന്നും തട്ടിക്കൂട്ടിയ ടീമാണെങ്കിലും ആ ടീമിനെ എങ്ങനെ ലോകകപ്പിന് ഒരുക്കാം എന്നുള്ള വ്യക്തമായ നിശ്ചയം അവർക്കുണ്ടായിരുന്നു. ആ നിശ്ചയത്തോടെയാണ് അവർ ഇറങ്ങിയതും അതിനുള്ള മികച്ച പോരാട്ട വീര്യം പുറത്തെടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഇങ്ങനെയുള്ളൊരു ടീം എന്തുകൊണ്ടാണ് ഇവിടം വരെ എത്തിയെന്ന് തോന്നിയാൽ അവരുടെ ചിട്ടയായ മത്സരക്രമങ്ങൾ, മത്സര രീതികൾ, അച്ചടക്കത്തോടെയുള്ള ഓരോ സന്ദർഭങ്ങളെയും നേരിടുന്ന, ഓരോ സാഹചര്യങ്ങളെയും നേരിടുന്ന അവരുടെ ആ ഒരു ശൈലി തന്നെയാണ്. അപ്പോൾ അതിനുള്ള കഠിനാധ്വാനം അവരവിടെ വ്യക്തമായി ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിലും പ്രതീക്ഷിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ചുള്ള ഒരു വികാരമാണ് അണ്ടർ ഡോഗ്സിനെ, ഡാർക്ക് ഹോഴ്സസിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ക്രിസ്ത്യൻ എറിക്സൺ കുഴഞ്ഞു വീണപ്പോൾ ഡെൻമാർക്കിനെ സപ്പോർട്ട് ചെയ്തപോലെ ഈ ലോകകപ്പിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കാബോ വെർദെയാണ്, ബോസിഞ്ഞയാണ്. അത് ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് പെട്ടെന്ന് കുതിച്ചു കയറിയതൊക്കെ നമുക്കറിയാം.
ആ ഒരു സ്നേഹം ആൾക്കാരിൽ നിന്ന് കിട്ടാൻ കാരണം ശരിക്കും ഒരു ഡേവിഡ് ഗോലിയാത്തിനെ നേരിടുമ്പോൾ ആ ഡേവിഡിന് കിട്ടുന്ന പിന്തുണയാണ്. ദാവീദും ഗോലിയാത്തുമുള്ള കഥ നമ്മൾ വായിച്ചതുപോലെ തന്നെ ഈ ദാവീദിന് നല്ലൊരു പിന്തുണയുണ്ട് ഇന്ന് കളിക്കാൻ ഇറങ്ങുമ്പോൾ. അത് ഗോലിയാത്തിനെതിരെയാണ്, ലോക ചാമ്പ്യന്മാർക്കെതിരെയാണ്, ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെതിരെയാണ്. അതുകൊണ്ട് തന്നെ അവർക്കും അർജന്റീന മെസ്സിയോടൊപ്പം എങ്ങനെ ലോകകപ്പ് ജയിച്ചപ്പോൾ ആഘോഷിച്ചോ അതുപോലെയാണ് ഈ മത്സരം കളിക്കാൻ ഇറങ്ങുമ്പോൾ കാബോ വെർദെ ആഘോഷിക്കാൻ പോകുന്നത്. ഉറപ്പായും ജോസഫ് സൂചിപ്പിച്ച പോലെ അതൊരു ഡേവിഡ് ഗോലിയത്ത് പോരാട്ടമാണ്. പക്ഷേ ഇന്ന് കേരളത്തിൽ നിന്ന് എത്ര പേര് ദാവീദിന് പിന്തുണ നൽകുമെന്നുള്ളത് സംശയകരമാണ്. എന്നാലും ജോസഫ് ഒരു പ്രഡിക്ഷൻ, സ്കോർ കാർഡ് എന്തായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു 2-0 ആണ് പ്രൊഡിക്ട് ചെയ്യുന്നത് അർജന്റീന. പക്ഷെ അത് അവർ തുടക്കത്തിലെ ഗോൾ അടിച്ചാൽ, ഫസ്റ്റ് ഹാഫിൽ ഗോൾ അടിച്ചാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു പെനാൽറ്റി കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അവിടം വരെ പോകാൻ സാധ്യത കുറവാണ്. അത്ര നേരമൊക്കെ നെഞ്ചിരിപ്പോടെ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ചോദ്യം. ശരി, അപ്പോൾ അർജന്റീന 2-0 ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗോൾ അടിച്ച് ആ സ്കോർ കാർഡ് പൂർത്തിയാക്കുന്ന നിശ്ചിത സമയത്ത് മത്സരം അവസാനിപ്പിക്കുമെന്ന് അർജന്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നു. ജോസഫ്, ഇനി ഈ കഴിഞ്ഞ ചില മത്സരങ്ങൾ കൂടി. ഒന്ന്, പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം. ഈ പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പെനാൾട്ടിയിൽ ഗോൾ സ്കോർ ചെയ്തു എങ്കിൽ പോലും അവിടെ ആ സ്കോർ കാർഡ് സൂചിപ്പിക്കുന്നതാണോ ആ മത്സരത്തിൽ യഥാർത്ഥത്തിൽ നടന്നത്? നല്ല അത്യുഗ്രൻ മത്സരമായിരുന്നു. പ്രത്യേകിച്ചും ക്രൊയേഷ്യ ഗോൾ അടിക്കുമെന്ന് പലപ്പോഴും തോന്നി. റോബർട്ടോ മാർട്ടിനസിന്റെ മാറ്റങ്ങൾ അവിടെ എടുത്തു പറയണം. പ്രത്യേകിച്ചും ആ 1-0 പിന്നിൽ നിന്നപ്പോൾ 4 മാറ്റങ്ങൾ വരുത്തിയത് വിറ്റീഞ്ഞ അടക്കമുള്ള മധ്യനിര അടക്കി ഭരിക്കുന്ന താരങ്ങളെ അടക്കമാണ് ആദ്യത്തെ 4 മാറ്റത്തിലൂടെ വരുത്തിയത്. അവിടെയാണ് ഒരു ചെറിയ കൺട്രോൾ കിട്ടിയത്. റൊണാൾഡോ ആദ്യം ഒരു ഓഫ് സൈഡ് ഗോൾ അടിച്ചിരുന്നു, ജസ്റ്റ് ഫൈൻ മാർജിൻ. ഈ മത്സരത്തിൽ ഓഫ് സൈഡ് ഗോളിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ അവസാന നിമിഷം ക്രൊയേഷ്യയുടെ ഇതിലും കണ്ടതാണ്. അത് ടെക്നോളജി ഉപയോഗിച്ചത് കൊണ്ട് മാത്രമാണ് അത് ഓഫ് സൈഡ് ഗോൾ ആയതും എന്നും നമുക്ക് പറയാൻ. കാരണം അല്ലാതെ നോക്കിയാലൊന്നും ആ തലനാരിഴയിൽ കൊണ്ടോ ഇല്ലയോ എന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല. അപ്പൊ ക്രൊയേഷ്യ നന്നായി കളിച്ചു. പക്ഷെ ആ മത്സരത്തിൽ എന്തുകൊണ്ടാണ് വിറ്റീഞ്ഞയെ പിൻവലിച്ചതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ മനസ്സിലാകുന്ന അവസാനത്തെ ഒരു 60 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. ലൂക്ക മോഡ്രിച്ചിനുള്ള സപ്ലൈ കട്ട് ചെയ്യുകയായിരുന്നു അവരുടെ പ്രധാന ഉദ്ദേശം. അല്ലാത്ത രീതിയിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തോ പെരിസിച്ചിലൂടെയും മറ്റും. പക്ഷേ ലൂക്ക മോഡ്രിച്ചിന് കളി നിയന്ത്രിക്കാൻ അനുവദിക്കില്ല എന്ന് പോർച്ചുഗൽ തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ ഡിഫൻസീവ് മൈൻഡഡ് പ്ലേയേഴ്സിനെ കൊണ്ടുവന്നു, ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ടുവന്നു. എപ്പോൾ നോക്കിയാലും ലൂക്ക മോഡ്രിച്ചിൽ പോകാതിരിക്കുക. അദ്ദേഹത്തിന് അവസാനത്തെ ഒരു 40-45 മിനിറ്റിൽ വളരെ കുറച്ച് ടച്ചുകൾ കിട്ടുള്ളൂ. എന്നിട്ടും ക്രൊയേഷ്യയാണ് ഡൊമിനേറ്റ് ചെയ്തത്. അതേസമയം ലൂക്ക മോഡ്രിച്ചിന് കൂടുതൽ പന്ത് കിട്ടിയിരുന്നെങ്കിലോ കൂടുതൽ നല്ല അവസരങ്ങൾ വന്നതിനെ ക്രൊയേഷ്യ ജയിച്ചേനെ. താങ്കൾ പറഞ്ഞതുപോലെ റൊണാൾഡോ പെനാൽറ്റിയിൽ നിന്നാണ് ഗോൾ അടിച്ചത്. ഈ മത്സരത്തിൽ ആകെ പെനാൽറ്റി ബോക്സിന്റെ അകത്തുനിന്നും അവർ ഒറ്റ ടച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരത്തെ ഓഫ് സൈഡ് പറഞ്ഞു, അത് കൂട്ടാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിൽ ശരിക്കും പോർച്ചുഗലിന്റെ മാനേജറുടെ തന്ത്രങ്ങൾ വിജയം കണ്ടു എന്ന് പറയാം. റോബർട്ടോ മാർട്ടിനസിന് പൊതുവെ നമ്മൾ അത്ര ക്രെഡിറ്റ് കൊടുക്കാറില്ല. കാരണം ബെൽജിയത്തിന്റെ ഗോൾഡൻ ജനറേഷനെ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു മാനേജറാണ്. എന്നാൽ ഈ അവസരത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എതിരാളികളുടെ ശക്തി അറിഞ്ഞ് അതിനെ നള്ളിഫൈ ചെയ്ത് റൊണാൾഡോയും പിൻവലിച്ചു. അതിനുശേഷം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിരുന്നു കൊണ്ടിരുന്നത്. എന്നിട്ടാണ് അവർ ആ വിന്നിംഗ് ഗോൾ കണ്ടെത്തിയത്. അപ്പോൾ ഇത് മാനേജറുടെ വിജയമാണ്. ആ ടീമിനെ, പോർച്ചുഗൽ എന്നുള്ള ടീമിനെ ഒരു ടീമാക്കി കളിപ്പിക്കാൻ സാധിച്ചു. ഇതിനു മുമ്പത്തെ 2 മത്സരങ്ങളിൽ നമ്മൾ കണ്ട അവർ ഗോൾ അടിക്കാതെ വിഷമിച്ചിരുന്നു. പക്ഷേ ഇന്ന് കൃത്യമായി മാനേജറുടെ തന്ത്രങ്ങൾ ഫലിക്കുകയായിരുന്നു. ഹൗ ഡു യു റേറ്റ് റൊണാൾഡോ എങ്ങനെ റേറ്റ് ചെയ്യും ജോസഫ് ഈ മത്സരത്തിൽ? പഴയ റൊണാൾഡോ അല്ല പുതിയ റൊണാൾഡോ. ഇപ്പോഴത്തെ റൊണാൾഡോ ഒരു ഗോൾ സ്കോറർ ആയിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഗോൾ അടിക്കുന്ന മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഫുൾ മാർക്ക് കൊടുക്കാം. ഗോൾ അടിക്കാത്ത മത്സരങ്ങളിൽ വിമർശനം നേരിടേണ്ടി വരും. അപ്പം ഈ മത്സരത്തിൽ അദ്ദേഹം ഗോൾ അടിച്ചു, ടീം ജയിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് വിമർശിക്കാൻ പറ്റത്തില്ല. എന്നാൽ അതല്ലാത്ത മത്സരങ്ങളിൽ നമ്മൾ കണ്ടു അദ്ദേഹം പലപ്പോഴും മിസ്സിംഗ് ആണ്, ഓഫ് സൈഡ് പൊസിഷനിലാണ്. അതുകൊണ്ട് തന്നെ റൊണാൾഡോയുടെ ആ ഒരു പരിണാമം ഒരു വിങ്ങറിൽ നിന്നും ഒരു സ്ട്രൈക്കറായി ഒരു ഗോൾ സ്കോററായി മാത്രം ഒതുങ്ങി പോകുന്നു. പക്ഷെ ടീമിന് എന്താണോ ആവശ്യം അത് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുവാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജോലി ഭംഗിയായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇനി പോർച്ചുഗലിനെ നേരിടേണ്ടത് സ്പെയിനെയാണ് അല്ലേ? അപ്പോൾ സ്പെയിൻ പോർച്ചുഗൽ കോൺടെസ്റ്റ് അത് വൺ ഓഫ് ദി ബെസ്റ്റ് ആയിരിക്കും ഒരുപക്ഷെ ഈ ക്രൊയേഷ്യയെ പോലെ തന്നെ. എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിൽ? പോർച്ചുഗൽ ഫാൻസ് അല്ല, ഒരു ആസ് എ ഫുട്ബോൾ വിദഗ്ധൻ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നല്ല അത്യുഗ്രൻ പോരാട്ടമാണ് അത് പ്രതീക്ഷിക്കുന്നത്. കാരണം അതില് പോർച്ചുഗലിനെ നമ്മൾ റൊണാൾഡോനെ അവിടെ നിർത്തിയാൽ പോലും, ഒരു സൈഡിൽ മാറ്റി നിർത്തിയാൽ പോലും പോർച്ചുഗലിൽ നല്ല പ്രതിഭാധനരായ പന്തടക്കമുള്ള കളിക്കാരുണ്ട്. ഇപ്പൊ വിറ്റീഞ്ഞ അടക്കമുള്ള നന്നായി പാസ് ചെയ്യുന്ന താരങ്ങൾ, ജാവോ നെവസും വിറ്റീഞ്ഞയും മിഡ്ഫീൽഡിൽ നന്നായി കൺട്രോൾ ചെയ്ത് കളിക്കുന്ന താരങ്ങളാണ്. പക്ഷേ സ്പെയിനിന്റെ കളിയോ അവർ ഇതുപോലെ തന്നെ പന്ത് പെട്ടെന്ന് മൂവ് ചെയ്യുന്ന ടീമാണ്. അപ്പോൾ നന്നായിട്ട് പന്തടക്കം ആവശ്യമുള്ള 2 ടീമുകളാണ്.
ഈ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് കൂടുതൽ പന്ത് നിയന്ത്രിക്കുമോ, ആരായിരിക്കുമോ നല്ല അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്, അത് കൺവേർട്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ അർദ്ധാവസരങ്ങളെ ഉണ്ടാവുള്ളൂ. ഇത് പൊതുവെ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. പൊതുവെ നല്ല രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ, പന്ത് കൈവശം വെച്ച് കളിക്കുന്ന രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ അത് ക്യാൻസൽ ഔട്ട് ചെയ്തു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ലമീൻ യമാൽ എന്ന പുതിയ തലമുറയിലെ സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് എതിരെ. ബാക്കിയുള്ള താരങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ഇനി റൊണാൾഡോ എന്ന ഇതിഹാസത്തിന് കിരീടം ചൂടാൻ സാധിക്കുമോ എന്നുള്ള ഒരു അവസാന ചോദ്യത്തിന് ഏറ്റവും വലിയ വിലങ്ങുതടിയാവുന്നത് ലമീൻ യമാലിന്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ നല്ല മികച്ച ഫോമിലാണ്. അദ്ദേഹം സ്റ്റാർട്ട് ചെയ്ത ഒരിക്കൽ പോലും സ്പെയിൻ തോറ്റിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ആത്മവിശ്വാസം ആദ്യ 11 അദ്ദേഹം ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു ആത്മവിശ്വാസം ടീമിനുണ്ട്. ഒത്തിരി ഗോളുകൾ അവർ അടിക്കുന്നുണ്ട് ലമീൻ യമാൽ കളിക്കുമ്പോൾ. അപ്പോൾ ഈ മത്സരം ആര് നന്നായിട്ട് പന്ത് റീസൈക്കിൾ ചെയ്യും, പെട്ടെന്ന് മൂവ് ചെയ്യും. നമുക്ക് പൊസഷൻ വെറുതെ നിലനിർത്താം, പക്ഷെ അത് പെട്ടെന്ന് അത് അറ്റാക്കിംഗ് സോണിലേക്ക്, ഫൈനൽ തേർഡിലേക്ക് എത്തിച്ച് അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ, അവർക്കായിരിക്കും അതിന്റെ മുൻതൂക്കമെന്നാണ് ഈ മത്സരത്തിലെ വിലയിരുത്തൽ. അതിന് സാധ്യത കാണുന്നത് സ്പെയിന് തന്നെയാണ്. റൈറ്റ്, അതാണ് സ്പെയിന് ഒരു സാധ്യത മുൻതൂക്കം നൽകുന്നുണ്ട് എല്ലാവരും. പോർച്ചുഗലിന്റെ ക്രിസ്ത്യാനോ റൊണാൾഡോയും പോർച്ചുഗലും സ്പെയിനെതിരെ നേരിടാൻ പോകുമ്പോൾ അത് പ്രീ ക്വാർട്ടറിൽ. താങ്ക് യു ജോസഫ് ജോർജ്. ജോസഫാണ് നമ്മോടൊപ്പം ചേർന്നത്. ഫുട്ബോൾ വിദഗ്ധനാണ്, കമന്റേറ്ററാണ്, കോണ്ടന്റ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ജോസഫിന് എല്ലാവിധ ആശംസയും നേരുന്നു. വീണ്ടും ജോസഫ് നമ്മോടൊപ്പം ചേരുകയും ചെയ്യും. ഒരു ഫുട്ബോൾ ആരാധകനെ പരിചയപ്പെടുത്താം. അർജന്റീനയുടെ മത്സരം നടക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ അർജന്റീനയുടെ സൂപ്പർ ഫാനിലേക്കാണ് പോകുന്നത്. ഒരു രാജ്യാന്തര ടീമിനോടുള്ള സ്നേഹം കാരണം സ്വന്തം വീടും പരിസരവും ഒരു ചെറിയ അർജന്റീനയാക്കി മാറ്റിയ ആ സൂപ്പർ ഫാൻ വരുന്നത് യൂറോപ്യൻ രാജ്യമായ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നാണ്. ആ ഫുട്ബോൾ ആരാധകന്റെ ആ വീടിന്റെ ചുറ്റുപാടിലേക്ക് കാഴ്ച കാണാൻ. ചെക്ക് റിപ്പബ്ലിക്കിന്റെ തലസ്ഥാനമായ പ്രാഗിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ അകലെയുള്ള ബുക്കോവ്ക എന്ന ഗ്രാമം. 51കാരനായ മിലോസ്ലാവ് കർബി അർബനക്കിന്റെ വീട് കണ്ടാൽ ആരും ഒന്ന് നോക്കി നിൽക്കും. നീലയും വെള്ളയും കലർന്ന നിറം. വീടിന് മുകളിൽ അർജന്റീന പതാകയിലെ സൂര്യൻ. വീട് മാത്രമല്ല, കർബിയുടെ ട്രക്കും അർജന്റീനമയമാണ്. ഇൻ മെസ്സി വി ട്രസ്റ്റ് എന്ന് ഒരു വശത്ത്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് മറഡോണ എന്ന്. നാപ്പോളിൽ കളിക്കുന്ന കാലത്ത് മറഡോണ ഒപ്പിട്ട് നൽകിയ ചിത്രം നിധി പോലെ സൂക്ഷിക്കുന്നു കർബി. 10ാം നമ്പർ ജേഴ്സിയിൽ മറഡോണയുടെ ഒരു പ്രതിമ തന്നെയുണ്ട് വീട്ടുമുറ്റത്ത്. This is the most important item in my Argentina collection. It's originally signed Diego picture from Napoli times. So this means really a lot to me, of course. 1978 ലോകകപ്പ് മത്സരങ്ങൾ ടിവിയിൽ കണ്ടതു മുതലാണ് അർജന്റീനയോട് പ്രണയം തുടങ്ങുന്നത്. മരിയോ കെമ്പസിന്റെയും പസറല്ലയുടെയും നീളൻ മുടിയും കളിയഴകും കർബിക്ക് മറക്കാനാകില്ല. അന്ന് അർജന്റീന ലോക കിരീടം ഉയർത്തിയതോടെ അരക്കിട്ടുറപ്പിച്ചു ആകാശനീലയോടുള്ള ഇഷ്ടം. 4 years old kid, I was watching the TV, the World Cup in 78 in Argentina with my father, and I completely loved the long hair of the players, Argentinian players like Kempes, Passarella, all of these guys, and also very important was they won the World Cup. So that was start of my passion for Argentina, for Boca Juniors, for everything about football, for football as a sport in general. വീടിന് പിന്നിൽ ചെറിയൊരു ഫുട്ബോൾ കോർട്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട് കർബി. ചുറ്റും അർജന്റീന ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സ് താരങ്ങളുടെ ചിത്രങ്ങളാണ്. ഓരോ തവണ ഈ പിച്ചിലേക്ക് ഇറങ്ങുമ്പോഴും മുറ്റത്തുള്ള മറഡോണയുടെ പ്രതിമയിൽ ചുംബിച്ചും കാലിൽ തൊട്ടുവണങ്ങിയുമാണ് കർബി പോവുക. അർജന്റീനയോടുള്ള ഇഷ്ടം കാരണം രണ്ടാമത്തെ മകന് ലിയോണൽ എന്നും പേര് നൽകി. 7 വർഷം മുമ്പ് തന്നെ ലയണൽ മെസ്സി ഒരു അത്ഭുതമാണെന്ന് തനിക്ക് ഉറപ്പായിരുന്നുവെന്നും തന്റെ കുടുംബം മുഴുവൻ അർജന്റീനയ്ക്കൊപ്പമാണെന്നും കർബി പറയുന്നു. My second sign name is Lionel because I knew 7 years ago that this guy is absolutely special, amazing, and the family is for Argentina, everyone. It means a lot to us, and we hope that he will win again because he deserves it. നിലവിലെ അർജന്റീന ടീമിനെ കുറിച്ച് വലിയ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന്. കോച്ച് ലയണൽ സ്കലോണിയുടെ കീഴിൽ ടീം മികച്ച ഫോമിലാണെന്നും വീണ്ടും ലോകകപ്പ് നേടുമെന്നും അദ്ദേഹം പറയുന്നു. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18.
ലോകകപ്പിലെ നോക്കൌട്ട് മത്സരത്തിൽ കേപ്പ് വെർഡെയുമായിട്ടുള്ള പോരാട്ടത്തിന് മുമ്പ് മയാമി ബീച്ചിൽ അർജന്റീന ആരാധകർ അവരുടെ പരമ്പരാഗതമായിട്ടുള്ള ബെന്തരാസോ എന്നൊരു ആഘോഷം സംഘടിപ്പിച്ചു. പതാകകൾ വീശി, പാട്ടുപാടി, സംഗീതമൊക്കെ ഒരുക്കി അവർ ആവേശം പങ്കുവച്ചത്. അർജന്റീനയുടെ ആകാശനീല വെള്ള നിറത്തിലുള്ള ജേഴ്സി അണിഞ്ഞാണ് നൂറുകണക്കിന് ആരാധകർ സംഗീതത്തിനൊത്ത് നൃത്തം ചെയ്തത്. ലയണൽ മെസ്സിയുടെയും ഡീഗോ മറഡോണയുടെയും ഒക്കെ ചിത്രങ്ങൾ പതിച്ച പതാകകൾ കൊണ്ട് മയാമി ബീച്ചിലെ ഒരു പരിസരം അലങ്കരിച്ചായിരുന്നു ഈ ആഘോഷം. മെസ്സിയുടെ വലിയ മാസ്ക് ഒക്കെ ധരിച്ച് ലോകകപ്പ് ട്രോഫിയുടെ മാതൃകകൾ എന്തൊക്കെയായിരുന്നു ആഘോഷം. ലയണൽ സ്കലോണിയുടെ സംഘം അടുത്ത റൗണ്ടിലേക്ക് മുന്നേറും എന്നുള്ള ആത്മവിശ്വാസം അവർ പ്രകടിപ്പിച്ചു. കേപ്പ് വെർഡെക്കെതിരെ ക്ലീൻ ഷീറ്റ് തന്നെ ഉണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. For the next match, I hope we win 2-0 at least. And I hope to see Messi again and again and again. So we have to celebrate. Come on, Argentina, let's go! Well, I think we have the experience we didn't have in the past World Cup, and we don't have the, the anxiety that we had before. So I'm confident that these players, along with the best in the world, are gonna do even a better World Cup. I think the best is yet to come. We might not have the most talented team, but we have the most chemistry, the most passion, the biggest balls, all of it. ഇനിയും നോക്കൌട്ടിലെ ഇന്ന് മറ്റു ചില മത്സരങ്ങൾ കൂടി ശ്രദ്ധയോടെ കാണേണ്ടതുണ്ട്. ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ഈജിപ്തിനെ നേരിടാൻ പോവുകയാണ്. മുഹമ്മദ് സലാ ഇന്ന് ആദ്യ 11-ൽ ഉണ്ടായേക്കില്ല. USA ഉൾപ്പെട്ട ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനക്കാരായിട്ടാണ് ഓസ്ട്രേലിയ എത്തുന്നത്. 11:30 അർലിംഗ്ടണിലാണ് മത്സരം. ഇനി രാവിലെ 7 മണിക്ക് കൊളംബിയയും ഘാനയും ഏറ്റുമുട്ടും. പോർച്ചുഗലിനെ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് കൊളംബിയ ഗ്രൂപ്പ് ഘട്ടം പൂർത്തിയാക്കിയത്. ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും പിന്നിലായി 3ാം സ്ഥാനത്തായിരുന്നു ഘാന. ഫുട്ബോളം തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. You think champion made in the arena? He rise from the streets. The street remember champions. You think champion made in the arena? He rise from the streets. The street remember champions. ഇന്ത്യൻ സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ സാധാരണ പൗരന്മാർ മുതൽ വൻകിട നികുതിദായകർ വരെയും നിത്യേന UPI ഇടപാടുകൾ നടത്തുന്നവർ മുതൽ ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്യുന്നവർ വരെയും അറിഞ്ഞിരിക്കേണ്ട വിപ്ലവകരമായ നിരവധി മാറ്റങ്ങളാണ് ജൂലൈ 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ പരിഷ്കാരങ്ങൾ കേവലം ഒരു ചുവപ്പ് നാട മാറ്റമല്ല, മറിച്ച് രാജ്യത്തെ സാമ്പത്തിക വ്യവസ്ഥയിൽ സുതാര്യത ഉറപ്പാക്കാനും സാമ്പത്തിക തട്ടിപ്പുകൾ തടയാനും ലക്ഷ്യമിട്ടിട്ടുള്ള ദീർഘവീക്ഷണത്തോടെയുള്ള നീക്കങ്ങളാണ്. നമ്മുടെ പണമിടപാടുകളെയും ഔദ്യോഗിക രേഖകളെയും നേരിട്ട് സ്വാധീനിക്കുന്ന ഈ പുതിയ മാറ്റങ്ങളുടെ ആഴവും പരപ്പും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അടുത്ത റിപ്പോർട്ട് അത് അല്പം നോവുണ്ടാക്കുന്നതാണ്. ഫുട്ബോൾ എപ്പോഴും ആവേശത്തിൻ്റെതും ആർപ്പുകളുടേതുമൊക്കെയാണ്, സന്തോഷത്തിൻ്റെതാണ്. പക്ഷേ
ഫുട്ബോൾ എന്ന് പറയുമ്പോൾ മനസ്സ് വിങ്ങുന്ന ഒരു കുടുംബം എറണാകുളം കാക്കനാടുണ്ട്. അവരുടെ മകൻ കടുത്ത ബ്രസീൽ ആരാധകനാണ്. കഴിഞ്ഞ ലോകകപ്പിൽ ബ്രസീലിന്റെ തോൽവി ആ കുടുംബത്തിന്റെ തന്നെ താളമാണ്. ജീവനേക്കാളധികം ഒരു ഫുട്ബോൾ ടീമിനെ സ്നേഹിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? കഴിയുമെന്ന് തന്നെയാണ് ഉത്തരം. അല്ലായിരുന്നെങ്കിൽ അക്ഷയ് എന്ന അച്ചു ഇതുപോലെ തളർന്നു പോകില്ലായിരുന്നു. 2022 ലോകകപ്പിൽ ബ്രസീൽ ക്രൊയേഷ്യയോട് തോറ്റ് ക്വാർട്ടറിൽ പുറത്താകുമ്പോൾ മറ്റു പല ആരാധകരെ പോലെയും അച്ചുവും തളർന്നുപോയി. പക്ഷേ അവൻ മാത്രം ആ തളർച്ചയിൽ നിന്ന് എഴുന്നേറ്റില്ല. മത്സരം കഴിയുമ്പോൾ തളർന്നു വീണ അച്ചുവിനെ പിന്നീട് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിരുന്നു. തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതോടെ ശരീരം മുഴുവനായി തളർന്നു. കഴിഞ്ഞ 4 വർഷമായി ഒരേ കിടപ്പാണ്. ചുമട്ടുതൊഴിലാളിയായ പുരുഷോത്തമന്റെയും ജയയുടെയും 2 മക്കളിൽ മൂത്തയാളാണ് 26-കാരനായ അക്ഷയ്. ചികിത്സക്ക് കുറേയൊക്കെ അവരൊക്കെ ആയിട്ട് സഹായിക്കാറുണ്ട്. പിന്നെ അച്ഛൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ മോനൊക്കെ അവർ ഗൾഫിലെ ഒരാളുണ്ട്, അവർ ഇടയ്ക്കൊക്കെ സഹായിക്കും. അങ്ങനെ ക്ലബ്ബുകളൊക്കെ അങ്ങനെ ഒരു ക്ലബ്ബും സഹായിക്കും. പിന്നെ കഴിഞ്ഞ തവണ ഈ ബ്രസീലിൻ്റെ കളി കഴിഞ്ഞതിന് ഒറ്റപ്പാലം ബ്രസീൽ ഫാൻസ് അക്ഷയനെ കളിക്കാൻ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഒറ്റപ്പാലത്തുള്ള ടീം ഒരു 3-4 ടീമിന് വേണ്ടി ക്ലബിന് വേണ്ടി കളിക്കും. അപ്പോൾ അവരൊക്കെ അറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഇതിൽ റിപ്പോർട്ട് വന്ന് പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഒറ്റപ്പാലത്ത് നിന്ന് വന്ന് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തിട്ട് പൈസയായിട്ട്. കനിവ് പാലിയേറ്റീവ് കെയറിന്റെ സംരക്ഷണയിലാണ് അക്ഷയ്. ചികിത്സകളും പരിചരണവും ഇനിയും ആവശ്യമാണ്. നമ്മൾ നിരവധി ആളുകളോട് പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തിന് പല സ്ഥലത്തു നിന്നും സഹായങ്ങൾ അവർക്ക് കിട്ടാൻ ഇട വന്നിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ നമ്മൾ ഓണത്തിന് വിഷുവിന് തുടങ്ങിയിട്ടുള്ള എല്ലാ സമയങ്ങളിലും നമ്മൾ ഭക്ഷ്യ കിറ്റുകൾ നമ്മൾ കൊടുക്കും. പക്ഷെ ഇതൊന്നും പോരാ. അദ്ദേഹത്തിന്റെ ജീവൻ തിരിച്ചു വരുന്നതിന് ഇതൊന്നും പോരാന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടെ പരിമിതികളുണ്ട്. എന്തായാലും സുമനസ്സുകളായിട്ടുള്ള ഒട്ടേറെ ആളുകൾ അദ്ദേഹത്തെയും ആ കുടുംബത്തെയും അക്ഷയനെയും സഹായിക്കാൻ വരുന്നുണ്ടെന്നുള്ളത്, ഞങ്ങൾ ഇടപെട്ടതിന് ശേഷം വരുന്നുണ്ടെന്നുള്ളത് വലിയൊരു സഹായം തന്നെയാണ്. ഒരു കാലം കളി മൈതാനങ്ങളെ തന്റെ കാൽവേഗം കൊണ്ട് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് അക്ഷയ്. വീട്ടിലെ അലമാര നിറയെ ട്രോഫികളും മെഡലുകളുമാണ്. ബ്രസീലിന്റെ വലിയ ആരാധകൻ ഇപ്പോഴുള്ള കാനറികളുടെ മുന്നേറ്റത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കളി സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ ബ്രസീലിന്റെ ജേഴ്സി അണിയിച്ച് അച്ഛനും അമ്മയും അവനെ ടിവിക്ക് മുന്നിൽ എത്തിക്കും. കായിക കേരളത്തിന്റെ പ്രിയപ്പെട്ട ഫുട്ബോൾ ആരാധകർ ഇഷ്ട ടീമിനു വേണ്ടി ഫ്ലക്സുകളും കട്ടൌട്ടുകളും ഉയർത്തുമ്പോൾ ചെലവുകളുടെ ഒരു പങ്ക് പ്രിയപ്പെട്ട അക്ഷയ്ക്ക് കൂടി നീക്കിവെക്കുക. കാരണം കാൽപന്തിനെ അത്രത്തോളം സ്നേഹിച്ചൊരുവനാണ് തളർന്നുപോയത്. ക്യാമറമാൻ കെ.പി. ധനേഷിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18 കൊച്ചി. കേരളത്തിലെ ബ്രസീൽ ആരാധകരെങ്കിലും അക്ഷയ്ക്ക് വേണ്ടി കൈകോർക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചരിത്രത്തിലാദ്യമായി ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയതോടെ ഈജിപ്തിന്റെ തലസ്ഥാനമായ കെയ്റോയിൽ വലിയ ആവേശമാണ്. ഓസ്ട്രേലിയയെ നേരിടാനൊരുങ്ങുന്ന ഈജിപ്ഷ്യൻ ടീമിന് പിന്തുണ നൽകാനായി പതാകകളും ജേഴ്സികളും കൊണ്ട് നിറയുകയാണ് നഗരം. കെയ്റോയിലെ തെരുവുകൾ ഇപ്പോൾ ചുവപ്പ്, വെള്ള, കറുപ്പ് നിറങ്ങളിലുള്ള ഈജിപ്ഷ്യൻ പതാകകളാൽ സമ്പന്നമാണ്. പതാകകളും ജേഴ്സികളും നിർമ്മിക്കുന്നവർക്ക് തിരക്കോട് തിരക്കാണ്. നോക്കൌട്ടിൽ ടീം എത്തിയതോടെ പതാകകളുടെ വിൽപ്പനയിൽ 40% വർധനവുണ്ടായിട്ടുണ്ടെന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. نسبة الإقبال زادت بنسبة 40% عن في الأول كنا بنبيع للفنادق وللشركات وللكافيهات اللي هتعلق على باب الشركات. دلوقتي بقت النسبة دخلت في موضوع الشركات الكبيرة بتاعت البلد بتشتري أعلام وتوزعها على الناس بتوعها تحفيزا للمنتخب المصري. തെരുവ് കച്ചവടക്കാർക്കും കുശാലാണ്. പതാകകൾക്കൊപ്പം ലോകകപ്പ് ട്രോഫിയുടെ മാതൃകയ്ക്കും ആവശ്യക്കാരേറെ. ഈജിപ്ഷ്യൻ ടീമിന്റെ ഔദ്യോഗിക ജേഴ്സികൾക്കുമുണ്ട് ഒരുപാട് ആവശ്യക്കാർ. ഗ്രൂപ്പ് ജിയിൽ 5 പോയിന്റുമായി 2ാം സ്ഥാനക്കാരായാണ് ഈജിപ്ത് നോക്കൌട്ട് പ്രവേശനം സാധ്യമാക്കിയത്. ഡാലസിൽ നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി അടുത്ത ഘട്ടത്തിലേക്ക് ഈ ടീം മുന്നേറും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈജിപ്ഷ്യൻ ജനത. വെൽക്കം ഡെസ്ക്, ന്യൂസ് 18.
ക്രൊയേഷ്യയെ മറികടന്ന് പോർച്ചുഗൽ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. അവസാന വിസിൽ വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ 1-2 ഗോളുകൾക്കാണ് പോർച്ചുഗലിന്റെ ജയം. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതി. 53-ാം മിനിറ്റിൽ ക്രൊയേഷ്യയാണ് ആദ്യം സ്കോർ ചെയ്തത്. 68-ാം മിനിറ്റിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പെനാൽറ്റിയിലൂടെ പോർച്ചുഗൽ സമനില പിടിച്ചു. ഇഞ്ചുറി ടൈമിലായിരുന്നു ഗോൺസാലോ റാമോസിന്റെ ആ വിജയ ഗോൾ. സബ്സ്റ്റിറ്റ്യൂട്ടായി എത്തിയ റാമോസ് സൂപ്പർ സബ്ബായി മാറുന്ന കാഴ്ചയായിരുന്നു. ക്രൊയേഷ്യൻ ഇതിഹാസം ലൂക്ക മോഡ്രിച്ചിന്റെ അവസാന ലോകകപ്പ് മത്സരമായിരുന്നു ഇന്നത്തെ. അൾജീരിയ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തകർത്ത സ്വിറ്റ്സർലൻഡ് ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. 10-ാം മിനിറ്റിൽ ബ്രീൽ എംബോളോയുടെ ഗോളിൽ ലീഡെടുത്ത സ്വിസ് സംഘം 2-ാം പകുതിയുടെ ആദ്യ മിനിറ്റിൽ വീണ്ടും സ്കോർ ചെയ്തു. ഡാൻ എൻഡോയാണ് രണ്ടാമത്തെ ഗോൾ സ്കോർ. ഓസ്ട്രിയ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് സ്പെയിൻ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടറിലെത്തി. 36-ാം മിനിറ്റിലും 66-ാം മിനിറ്റിലും 89-ാം മിനിറ്റിലുമായിരുന്നു സ്പെയിന്റെ ഗോളുകൾ. കളം നിറഞ്ഞു കളിച്ച സ്പാനിഷ് സംഘത്തിന് വേണ്ടി 36-ാം മിനിറ്റിൽ ഒയർസബാലാണ് ആദ്യം വലകൊലുക്കുന്നത്. ആദ്യ പകുതിയിൽ 11 ഷോട്ടുകൾ സ്പെയിൻ തൊടുത്തു. 66-ാം മിനിറ്റിൽ സ്പെയിന്റെ 2-ാം ഗോളെത്തി. പെഡ്രോ പോറോ ആണ് സ്കോറർ. നിശ്ചിത സമയം അവസാനിക്കാൻ 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പോൾ ഒയർസബാൽ 3-ാമത്തെ ഗോൾ നേടി. ഇനി പ്രീ ക്വാർട്ടറിൽ ആവേശപ്പോരാണ്. സ്പെയിനെ നേരിടേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗലിനെയാണ്. അപ്പോൾ ഈ രാത്രി നേരത്തെ നേരം പുലരും അർജന്റീന നേരിടുകയാണ് കേപ്പ് വെർഡയെ റൗണ്ട് ഓഫ് 32-ൽ. കാണാം വിശേഷങ്ങളുമായി ഫുട്ബോളം നാളെ രാവിലെ 7 മണിക്ക്. നമസ്കാരം.